ഇതേപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ശരത്ത് ബാലുചേട്ടന്റെ ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് ഒരു കുറച്ച് ചെയ്യാൻ പറ്റുമോ? ബാലഭാസ്കറിന്റെ ശബ്ദം, ബാലുചേട്ടൻ സംസാരിക്കുന്ന ശബ്ദം അല്ലേ? ബാലുചേട്ടൻ നമ്മുടെ മെന്റലിസ്റ്റ് ആദിനെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഒരു പോർഷൻ ഉണ്ട്, അത് ഞാൻ ചെയ്യാം. താങ്ക് യു ഓൾ. ആരെങ്കിലും ഓർമ്മ വന്നോ? എത്ര പേര് ഓർമ്മ വന്നു സാറിന്? ഇനി വരാൻ പോകുന്ന ആളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഫോർമലായിട്ട് എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. കാരണം പക്ഷേ ഞങ്ങൾ അത്രയും എടുത്ത സുഹൃത്തുക്കളെന്നോ സഹോദരന്മാരെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഈസ് മൈ ബ്രദർ. ഒരു പക്ഷേ അമാനുഷികനായ എൻ്റെ സഹോദരൻ എന്ന് ഞാൻ പറയും. അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ഇന്ന് രാവിലെ മുതൽ ആൾ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ്. സത്യം എന്താണ് കഴിഞ്ഞൂടാ ഈ കാണുന്ന കുട്ടികളെയൊക്കെ ഹഗ് ചെയ്യുക, കിസ് ചെയ്തോട്ടെ ചോദിക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ എന്താണെന്നറിയോ, ആള് ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അയാളെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോക്സ് അപ്പാർട്ട്, ഏറ്റവും ഞാൻ കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ഹൃദയമുള്ള കുറച്ച് ആൾക്കാരിൽ പച്ചയ്ക്ക് ജീവിക്കുന്ന മനുഷ്യനായിട്ടുള്ള ഒരാൾ. താങ്ക് യു. പെട്ടെന്ന് ബാലുചേട്ടൻ്റെ ഒച്ച കേൾക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഭയങ്കര ഇതാണ്. കാരണം അത്രയും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കര ഷോക്കിംഗ് ആയി പോയ ഒരു സംഭവമാണ്. താങ്ക് യു സോ മച്ച്. ബാലുചേട്ടൻ്റെ ഒച്ച വീണ്ടും കേൾക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. വേറെ താങ്ക് യു സോ മച്ച്. ഇപ്പൊ ശരത്ത് മിമിക്രി പറഞ്ഞ് ചിരിപ്പിക്കാൻ വന്നാണോ ഞങ്ങൾ പോയാൽ മതി? തീർച്ചയായിട്ടും ഒരു അംഗീകാരമായിട്ട് തന്നെ. അല്ല, ബാലുചേട്ടൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിക്കാന്നറിയില്ല. അതെ.